വൈജയന്തി അലീനയോടുള്ള പകയും പ്രതികാരവും തീർക്കാൻ ഒരു വഴി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അത് അലീനയെ വേദനിപ്പിക്കുമെന്നും ജീവിതകാലം മുഴുവൻ അവളെ നീറ്റുമെന്നും അങ്ങനെ വൈജയന്തിക്ക് മനസ്സിലാവുന്നു. തൻ്റെ ജീവിതം ഏറെ വേദനയും ദുഃഖവും തന്ന അലീനയോട് ഇങ്ങനെ മാത്രമേ പ്രതികാരം ചെയ്യാൻ കഴിയുകയുള്ളൂന്ന് വൈജയന്തി കണ്ടെത്തുകയാണ്. അതിനുള്ള വഴി വൈജയന്തി കണ്ടെത്തുന്നത് മനുവും അതുപോലെ തന്നെ ബബിതയും തമ്മിലുള്ള വിവാഹത്തിലൂടെയായിരുന്നു. മനുവിനെ കൊണ്ട് ബബിതയെ കല്യാണം കഴിപ്പിച്ചു വൈജയന്തി. ആ ആവശ്യം വൈജയന്തി നേടിയെടുക്കുകയാണ്. അതെ, അധികം വൈകാതെ തന്നെ മനുവും ബബിതയും തമ്മിൽ വിവാഹിതരാവുകയാണ് ചെയ്യുന്നത്. വൈജയന്തിയുടെ വാശിക്കാൻ മുൻപിൽ അവർക്ക് തോറ്റ് കീഴടങ്ങി കൊടുക്കേണ്ടി വരുന്നു. വൈജയന്തി ഈ വിവാഹാലോചന ആങ്ങളമാർക്ക് മുമ്പിൽ നടത്തുകയാണ് ചെയ്യുന്നത്. അവർ അതിനെ എതിർക്കുന്നില്ല. വൈജയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇത് മനുവുമൽ അതുപോലെ തന്നെ ബബിതയും പൂർണ്ണമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. ആ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാം മുൻപിൽ വെച്ച് എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വൈജയന്തി എല്ലാവർക്കും മുൻപിൽ ഒരു ഭീഷണി മുഴക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുൻപിൽ പിടിച്ചു നിൽക്കാൻ മനുവിനും അതുപോലെ തന്നെ ബബിതയ്ക്കും കഴിയുന്നില്ല. അങ്ങനെ അവസാനം അവർ ആ വിവാഹത്തിന് സമ്മതിക്കുന്നു. ബാലചന്ദ്രൻ എതിർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. അങ്ങനെ അലീന സാക്ഷിയായി വൈജയന്തിയുടെ നിർബന്ധത്തിന് വഴങ്ങി മനു ബബിതയെ താലി കെട്ടി ഭാര്യയാക്കുന്നു. അത് കണ്ട് കരയുന്ന അലീനയുടെ വേദന കണ്ട് വൈജയന്തി ഏറെ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ നടക്കാൻ പോകുന്ന വലിയ സംഭവബഹുലമായ ഒരു കാര്യം തന്നെയാണിത്. എന്തായാലും അധികം വൈകാതെ തന്നെ മനുവിനും അതുപോലെ തന്നെ ബബിതയും ഭാര്യ ഭർത്താക്കന്മാരായി മാറുന്നു. വൈജയന്തിയുടെ വാശിക്ക് മുമ്പിൽ അവർക്ക് ജയിക്കാൻ സാധിക്കുന്നില്ല. അലീനയെ ഉപേക്ഷിച്ച് ബബിതയെ ഭാര്യയായി സ്വീകരിക്കേണ്ട അവസ്ഥ വരികയാണ് മനുവിന്. എന്തായാലും അധികം വൈകാതെ തന്നെ അലീനയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയും അത് ഒട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിലാവും.